ആനന്ദിന്റെ നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടെടുത്തു കൊടുക്കാൻ. ഒരു വിഷഗ്വരൻ. വിഷക്കുരങ്ങനാ? വിഷഗ്വരൻ അല്ലടി, വിഷഗ്വരൻ. അതെന്താ, വല്ല അന്യഗ്രഹ ജീവിയാണോ? ഓ, ഇടി വൈദ്യ അറിയാവുന്ന സ്വാമികൾ. അതിന് വൈദ്യസ്വാമി എന്ന് പറഞ്ഞാ പോരെ? വിഷകുരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാവിന്റെ രുചി അങ്ങ് പോയി. എന്റെ ആന്റി, താടിയും തലമുടിയും ജട പോലെ വളർത്തിയ കുറെ സന്യാസിമാര് വളഞ്ഞിരുന്ന് നടുക്കൊരടുപ്പും കൂട്ടി കുറെ വിറകും നെയ്യും തേങ്ങാപ്പൂളും ഒക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് കടിച്ചാ പൊട്ടാത്ത കുറെ സംസ്കൃതവും പറഞ്ഞാലേ കണ്ണിന്റെ കാഴ്ചയൊന്നും തിരിച്ചു കിട്ടില്ല. ഇപ്പൊ ഉള്ള ചെവിയുടെ കേൾവി ശക്തി കൂടി അടിച്ചു പോകും. അതല്ലടി, പിന്നെ വെറുതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി പൂജ ചെയ്യുന്ന പൂജാരിമാരെ പോലെ അല്ല ഇളയച്ചൻ. കോടികളുടെ സമ്പത്തുള്ള അഖിലയുടെ ഇളയച്ചൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസി ആയത് വെറും വേഷം കെട്ടലല്ല. അതാ എനിക്കൊരു ഭയം. എത്ര വലിയ ആളുകളായാലും പോയ കാഴ്ചയൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇതിനേക്കാളും വലിയ സന്യാസിമാര് മഹാഭാരതത്തിലുണ്ടായിരുന്നു. എന്നിട്ടും കാഴ്ചയില്ലാത്ത ദുര്യോധനന് കാഴ്ച തിരിച്ചു കിട്ടിയോ? അയ്യോ, പുരാണത്തിലൊക്കെ എന്തൊരറിവാ. നിന്നോടിത് പറയാൻ വന്ന എന്നെ വേണോ അടിക്കാൻ? സോറി ആന്റി, ദുര്യോധനല്ല, പാണ്ഡുവിന്. കഷ്ടം തന്നെ. അപ്പൊ പാണ്ഡുവിനും അല്ലേ? ആന്റി, അതൊക്കെ വിട്. പാണ്ഡുവോ ദുര്യോധനോ ആരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ കണ്ണുപോയ നമുക്കെന്താ? ഇവിടെ ആനന്ദേട്ടന്റെ കണ്ണ് നഷ്ടപ്പെട്ടതുകൊണ്ട് ആന്റിക്ക് എനിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. ആ സന്യാസി നഷ്ടപ്പെട്ട അവന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുമെന്നായി എന്റെ സംശയം. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ആന്റി. സംഭവിക്കരുത്. നാഗമടത്തെ പാമ്പ് കൊത്തുന്നതുവരെ അവൻ ഇരുട്ടറയിൽ തന്നെ ആയിരിക്കണം. സ്വന്തം ഇളയമ്മയായ എന്റെ കരുണത്ത് അവന്റെ കൈ പതിഞ്ഞതാ. ചത്ത് മലച്ചവൻ കിടക്കുമ്പോ ആ കൈവെള്ളയിൽ ഒരു മുത്തം കൊടുക്കണോ എനിക്ക്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഗുരുജിയെ പോലെ അറിവുള്ള വലിയൊരു മനുഷ്യൻ അങ്ങനെ തീർത്ത് പറയോ ഞാൻ ആ പൂജ ചെയ്യാൻ പാടില്ലെന്ന്? അല്ല നന്ദന, ആ ഭൂമി പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാ, കല്യാണി. അഖിലാന്റി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കല്യാണി ആനന്ദിന്റെ ഭാര്യയല്ലേ, ഇവിടുത്തെ മരുമകളല്ലേ. കല്യാണം കഴിച്ച നാട് മുതൽ നമ്മളിത് പറയണതാ. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഗുരുജി പറഞ്ഞതിനനുസരിച്ച് തൃച്ചംബരത്തെ ദോഷങ്ങൾ മാറണമെങ്കിൽ കല്യാണി പൂജ ചെയ്യണം. അഖിലാന്റിയുടെ വാശി അനുസരിച്ച് എന്നെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച ഗുണത്തിന് പകരം ദോഷമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എന്റെ നന്ദന, നീ എന്ത് ഈ കൊച്ചുകുട്ടികളെ പോലെ? അരവിന്ദ്, ഇനിയും എന്നെ ഈ കാര്യത്തിൽ നിർബന്ധിച്ച എനിക്ക് മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? നന്ദനയ്ക്ക് ഭൂമി പൂജ ചെയ്യാൻ പറ്റില്ല, അതല്ലേ പ്രശ്നം? അതെ, തറവാടിന് ദോഷം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഈ പൂജ ചെയ്യാൻ വയ്യ. അത് തന്നെ. നന്ദന, ഈ ഭൂമി പൂജ നടക്കാൻ പോകുന്നത് തൃച്ചംബരത്തല്ല, ഇവിടുന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള തൃച്ചംബരത്തേക്ക് പുതുതായി വാങ്ങിച്ച സ്ഥലത്താണ്. അതെ, പക്ഷെ അതുകൊണ്ടെന്ത് പ്രയോജനം? പ്രയോജനം ഉണ്ട് അരവിന്ദ്. ശിവരാമനങ്ങൾ പറഞ്ഞില്ലേ അഖിലാന്റി ഈ പൂജയ്ക്ക് വരില്ല എന്ന്? അമ്മ വരാൻ സാധ്യത ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എളുപ്പമായില്ലേ? തൃച്ചംബരത്തുനിന്ന് പൂജ ചെയ്യാനെന്ന് പറഞ്ഞ് നന്ദന ഇറങ്ങുന്നു. അല്ല, അപ്പൊ നമ്മളിപ്പോ പൂജ ചെയ്യണ്ടെന്നാണോ സുബുട്ടൻ പറയണത്? നീ തോക്കി കയറി വെടിവെക്കാതിരിക്കെ. പൂജ ചെയ്യുന്നത് നന്ദന അല്ലെന്നേ ഉള്ളൂ, പകരം കല്യാണി ചെയ്യുന്നു. പക്ഷെ സുവർണത് നടക്കുവോ? കല്യാണി കൊണ്ട് എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി കൂടി ഉണ്ട്. കല്യാണി, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ?
എന്ത് പ്രശ്നം? ഈ ഭൂമി പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാണത്രേ. അയ്യോ വല്യഞ്ഞേ വേണ്ട, മാഡം അതൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനില്ല. അഖില മാഡം എന്നെ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട. കല്യാണി, ഇതങ്ങനെയല്ല. എന്നെ അരവിന്ദൻ നന്ദനയും കൂടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലേ? ഗുരുജി പറഞ്ഞ പ്രകാരം ഈ പൂജ നടക്കണം. അതെങ്ങനെ നടക്കും? അമ്മ ഏതായാലും ഭൂമി പൂജ നടത്തുന്ന സ്ഥലത്തേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കല്യാണി ചെയ്യണം പൂജ. വല്യഞ്ഞേ അതൊന്നും ശരിയാവില്ല. ഇപ്പോഴുള്ള ദേഷ്യത്തിന്റെ ആഴം കൂട്ടുകയുള്ളൂ. കല്യാണി, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തു. ഇത് അമ്മയൊന്നും അറിയാൻ പോകുന്നില്ല, ഞാൻ ഉറപ്പു തരാം. മാത്രമല്ല, നീ അല്ലാതെ മറ്റാരെങ്കിലും ചെയ്ത അത് തൃച്ചംബരത്തിന് ദോഷമായി മാറുകയും ചെയ്യും. കല്യാണി ഒന്നും പറഞ്ഞില്ല. എന്റെ വാക്കിന് വിലയില്ലാതാക്കരുത്. വല്യഞ്ഞേ, എന്റെ വല്യഞ്ഞ് പറയുന്ന എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? പോയി പൂജ ചെയ്യടി കെട്ടിയോളെന്ന് പറഞ്ഞാ പോരെ, ഞാൻ ഓടിപ്പോയി ചെയ്യില്ലേ? ഞാൻ ചെയ്യാം. അയ്യോ, ഞാൻ കണ്ണില് മരുന്നൊഴിച്ചു തരാൻ മറന്നു. ദാ വരണു. വല്യഞ്ഞേ, നേരെ. ഇനി കണ്ണടച്ചോ. എന്റെ മലദൈവങ്ങളെ കാത്തോണേ. ആന്റി, ചായ. അവിടെ സെർവൻസ് ഒന്നും ഇല്ലായിരുന്നു. നീ എന്താ ചായയൊക്കെ ആയിട്ട്? നീ എന്നു മുതൽ ഇവിടുത്തെ സ്റ്റാഫായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതല്ല, സ്വയം സ്റ്റാഫായതാണെങ്കിൽ യൂണിഫോം വേണം. ഇനി അതല്ല, എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെങ്കിൽ അത് വേണ്ട. അവരവരുടെ ഡ്യൂട്ടി അവരവർ ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. അയ്യോ അല്ല ആന്റി, ഇത്തരം ജോലികളൊക്കെ ചെയ്ത് നീ ശീലിക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത്. പ്രിയങ്കേ, നാഗമഠം ഗോകുലത്തെ ഗിരിരാജവർമ്മ എന്നു പറയുന്നതിനേക്കാൾ ഇപ്പോൾ എനിക്കിഷ്ടം
നാഗമണത്തെ പ്രിയങ്കയുടെ മാതുലൻ എന്ന് പറയുന്നതാ. എനിക്ക് നന്നെ ബോധിച്ചു. ഇതാ പ്ലാൻ. വിജയം ഉറപ്പ്. എന്റെ നന്ദന അതൊന്നും നടക്കൂല. നീ വേറെന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലും പറ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അരവിന്ദ് വിചാരിച്ചാ പറ്റും. ഞാൻ വിചാരിച്ചാ പറ്റുന്നോ? അഖിലാന്റിയോട് തഞ്ചത്തില് നന്ദന പൂജ ചെയ്താൽ ശരിയാവില്ല, അമ്മ പൂജ ചെയ്താലേ ഫലം കാണൂന്ന് പറയണം. അയ്യടാ, അതൊന്നും ശരിയാവൂല. അയ്യടാ, അമ്മ ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതൊന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല. അതുകൊണ്ടാ. അരവിന്ദ് പ്ലീസ്, അരവിന്ദ് എനിക്ക് വേണ്ടി അഖിലാന്റിയോട് ഒന്ന് പറയണം പ്ലീസ്. നന്ദന ഞാനൊന്ന് പറയുന്ന കേക്ക് പ്ലീസ്. ഇല്ലെങ്കിൽ വിധി പ്രകാരമുള്ള ഈ പൂജ ഞാനായിട്ട് തെറ്റിച്ച് ചെയ്ത അതിന്റെ ദോഷം എനിക്ക് നിനക്കുവാ. ഞാൻ പറയാം, പക്ഷെ അമ്മ കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. ശരി. എന്തു പറ്റി അരവിന്ദ്, നിങ്ങൾ ഇറങ്ങിയില്ലേ? എന്താ നീ മാത്രം റെഡിയായി വന്നത്? നന്ദന റെഡിയായില്ലേ? റെഡിയായ പിന്നെ താമസിക്കുന്ന എന്തിനാ? പൂജയ്ക്ക് സമയത്തിന് എത്തണ്ടേ? എന്താന്ന് വെച്ചാ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ മടിക്കാതെ പറയും. പൂജയില്ലേ? ഭൂമി പൂജ നന്ദനോട് ചെയ്യാൻ പറഞ്ഞല്ലോ, പിന്നെന്താ? ഭൂമി പൂജ. ഭൂമി പൂജ എനിക്കെന്തോ ഭൂമി പൂജ നന്ദന ചെയ്യുന്ന അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. പൂജ നന്ദന ചെയ്യുന്നേക്കാൾ അമ്മ ചെയ്യുന്ന നല്ലതെന്ന് എനിക്ക്. കൊള്ളാം. നീ ഇപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു. അയ്യോ, ഞാൻ അതല്ല. വേണ്ട. ഭൂമി പൂജയുടെ കാര്യത്തിൽ ഗുരുജിയോട് വരെ ഞാൻ എന്റെ തീരുമാനം പറഞ്ഞതാ. പിന്നെ നിന്റെ ഒരു ഉപദേശം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ഇനി ഈ ശിരസ് അങ്ങ് പിളർന്നു പോവെന്ന് പറഞ്ഞാലും തീരുമാനിച്ചത് തന്നെയാ. നന്ദന തന്നെ ഭൂമി പൂജ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭൂമി പൂജ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിൽ അതൊക്കെ തുറന്നു പറയണം. എന്താ ഇത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ ഭാര്യയെ കൊണ്ട് ഭൂമി പൂജ ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചെയ്യുന്നതാണെന്ന്. അതിനെന്താ, അതും നല്ലതല്ലേ? അഖിലേക്ക് ഒരു വാക്കേ ഉള്ളൂ. നമസ്കാരം. ഇന്നത്തെ ചികിത്സ നമുക്ക് ആരംഭിക്കാം. ശരി സ്വാമി. എന്റെ ചികിത്സാ രീതികളൊക്കെ കാണുമ്പോ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. ഇങ്ങനെയും ചികിത്സകളോ എന്ന്. അതിശ്രേഷ്ഠനായ ഋഷികേശ സ്വാമികളുടെ രക്തമാണ് ഈ സിരകളിൽ ഓടുന്നത്. ഋഷികേശ സ്വാമികൾ കുഞ്ഞിനെക്കുറിച്ച് വിശദമായി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ബിസിനസ് മേഖലയിലെ അതികായൻ എന്ന അദ്ദേഹം വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ആനന്ദിന്റെ ഒരു സവിശേഷതയും സ്വാമികൾ പറഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. അതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണത്തിന് തയ്യാറായത്. ആന്റി, ഇവിടത്തെ പൂജ കഴിയുമ്പോ ആന്റിയും കൂട്ടി ഭൂമി പൂജ നടക്കുന്നിടത്തേക്ക് വരാൻ വേണ്ടി വിലാസിനെ ആന്റി പറഞ്ഞിരുന്നു. വിലാസിനിയുടെ കുഞ്ഞാനവിള ക്ഷേത്രത്തിലും പുത്തമ്പിള ദേവി ക്ഷേത്രത്തിലും പോയിട്ട് പൂജ നടക്കുന്നിടത്തേക്ക് വരാന്ന് പറഞ്ഞു.
അതുമാത്രമല്ല അവിടെ പൂജയെക്കുറിച്ച് ആർക്കും ഒരു കാര്യവും അറിഞ്ഞുകൂടാത്തവരാ. അശ്രദ്ധമായും അലക്ഷ്യമായും പൂജ ചെയ്താൽ വലിയ ദോഷത്തിൽ ഭവിക്കുമെന്നും ആന്റി പറഞ്ഞു. വിലാസിനി പറഞ്ഞതാ ശരി. നന്ദനയ്ക്കും അരവിന്ദനൊന്നും പൂജയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാ. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ ആരെങ്കിലും പോയേ പറ്റൂ. എന്നാ നമുക്ക് പോയാലോ ആന്റി? കൃഷ്ണേട്ടൻ പോണം. അയ്യോ, ആന്റിയും കൂട്ടി ചെല്ലണമെന്ന് വിലാസിന് ആന്റി പ്രത്യേകം പറഞ്ഞതാ. ഇല്ല, ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരില്ല. പൂജാമുറിയിൽ ദീപാരാധന നടത്തുന്നതിനിടയിൽ വിളക്കണഞ്ഞുപോയി. അതുകൊണ്ട് പരിഹാരമായി സഹസ്രനാമജപം പൂർത്തിയാക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. അതുകൊണ്ട് ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൃഷ്ണേട്ടൻ പോയി അവിടുത്തെ കാര്യങ്ങൾ കൃഷ്ണേട്ടൻ നിന്ന് തന്നെ ചെയ്യിക്കണം. ഞാൻ പൂജാമുറിയിലേക്ക് പോവാ. സുവർണ വാ. അല്ല സുവർണ, കല്യാണിയുടെ എത്തിയിട്ടില്ല. സുവർണ കാര്യങ്ങളല്ല എത്ര അനുകൂലമായിട്ട് വന്നിട്ട് കല്യാണി ഇത്ര താമസിക്കുന്നേ. ഞാനൊന്ന് കല്യാണി വിളിക്കാം. വേഗം വിളിക്കാം. ഓട്ടോ ഓട്ടോ ഓട്ടോ. സമയത്രേ? എന്തേ എന്തുപറ്റി? കല്യാണിയുടെ ഫോണ് പെട്ടെന്ന് ഓഫ് ആയല്ലോ. നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. സുവർണം വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. ഞാനും കുറച്ചു മുമ്പ് വിളിച്ചതാ, കിട്ടുന്നില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണിത്. നീ എന്താ ആരോഗ്യം? എന്തോ കുഴപ്പമുണ്ട്. എന്താ? എന്തോ കുഴപ്പം നന്ദന? കല്യാണിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കല്യാണിക്ക് എന്ത് പറ്റാൻ? എന്തോന്നു നന്ദന, നീ കാര്യം പറയും, മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ. ഞാൻ കല്യാണിക്ക് ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കല്യാണിയുടെ മൊബൈലിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണെന്നൊന്നും വ്യക്തമല്ല. അതെ സുവർണ, പൂജ നടക്കും നടക്കാതിരിക്കും ചേട്ടാ. നമുക്ക് കല്യാണിക്ക് എന്താ പറ്റി നോക്കാം. വാ. വാ വാ. ഇത് എന്ത് പറ്റി കല്യാണി? ഞാൻ വന്ന ഓട്ടോ കേടായി പോയി. ഞാനൊരു വണ്ടി തിരക്കി നടക്കുമ്പോഴാ. ഭാഗ്യത്തിന് ഞാനാ വഴി വന്നു. ഞങ്ങളെല്ലാരും അങ്ങ് പേടിച്ചു പോയിന്നേ. പൂജ ചെയ്യാനുള്ള ആള് വന്നോ? സമയമായി. വന്നു, ആള് വന്നു തിരുമേനി. ചെല്ലു കല്യാണി, പൂജയ്ക്കിരിക്കെ. പൂജാസ്ഥലത്തെ വിശേഷങ്ങൾ പറയണ്ടേ? അവിടെ എന്തായി? എന്താകാൻ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവര് കല്യാണിയെ കൊണ്ടുവന്നു. പൂജാസ്ഥലത്തേക്ക് എല്ലാവരും കൂടി അവളെ പ്രതിഷ്ഠിച്ചിരുത്തി പൂജ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാ എന്റെ എൻട്രി. എന്നെ കണ്ടതും എല്ലാത്തിന്റെ മുഖത്തെയും ചോരയും നീരും അങ്ങ് വാർന്നു വറ്റി വിളറി വെളുത്തു. ഗുഡ്. അപ്പോ സൂപ്പർ എൻട്രി ആയിരുന്നല്ലോ ആന്റിയുടേത്. ആന്റി, ഇനിയും അവര് തന്ത്രങ്ങൾ ഇറക്കും. പറ്റുമെങ്കിൽ ആന്റി അവിടെ നിന്ന് മാറ്റാൻ വരെ നോക്കും. ശ്രദ്ധിക്കണം. അതെന്താ പ്രിയങ്കേ, ഞാൻ എന്താ അത്ര വിഡ്ഢിയാണോ? അതല്ല ആന്റി, ഇപ്പൊ ഈ ഭൂമി പൂജ മുടങ്ങിയേ പറ്റൂ.
തൃച്ചംബരത്തിന്റെ മുകളിൽ ശാപം പതിക്കത്തക്ക രീതിയിൽ ഇളയ മരുമകളായ നന്ദന തന്നെ പൂജ ചെയ്യണം. കല്യാണി ഒരിക്കലും ഈ പൂജ ചെയ്യാൻ ഇടവരരുത്. അത് നമുക്ക് നല്ലതല്ല. ഓം ഗം ഗണപതായ നമഃ. ഓം ഗം ഗണപതായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം യദന്തായ നമഃ. ഓം മഹാഗണപതായ നമഃ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റു ചൊല്ലണം. ഇതാ. മാഡം, തിരുമേനി കലശം. മാഡം, ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത പൂജയുടെ തീർത്ഥം മാഡത്തിന്റെ പൂജാമുറിയിൽ വേണം സൂക്ഷിക്കാൻ. ദൈവപ്രശ്നത്തിൽ അത് തെളിഞ്ഞിരുന്നു. ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശിയുടെ വീട്ടിലെ പൂജാമുറിയിലെ ഇത് സൂക്ഷിക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദയവായി ഇത് സ്വീകരിക്കണം. വേണ്ട 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 ചേച്ചി, ആവശ്യമില്ലാത്ത ഒന്നും കയ്യിൽ വാങ്ങല്ലേ. അല്ലെങ്കിൽ തന്നെ കാലദോഷ. അതിന്റെ ഇടയ്ക്ക് ഇല്ലാത്ത ദോഷം എന്തിനാ ചേച്ചി ക്ഷണിച്ചു വരുത്തുന്നേ? വിലാസിനി, ദേവപൂജ ചെയ്ത പ്രസാദം സ്വീകരിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. തന്നെയല്ല, ഇത് തൃച്ചംബരത്തിന്റെ ഭൂമിയിൽ ദോഷം മാറാൻ ചെയ്ത പൂജയുടെ പ്രസാദം. ഇത് നമ്മുടെ പൂജാമുറി തന്നെ വെക്കണം. തന്നോളൂ. യഥാർത്ഥത്തിൽ വിധിപ്രകാരം ഈ കലശം തന്നെയാണ് തൃച്ചംബരത്തെ പൂജാമുറിയിൽ ഇരിക്കേണ്ടത്. അതെ ആന്റി, ഈ വസ്തുവിന്റെ ദോഷം തീർത്ത കലശം ഇത് തന്നെയാ. വാ. അങ്ങനെ അത് മംഗളമായി കലാശിച്ചു. ഇതെങ്ങനെ സംഭവിച്ച? എല്ലാം സുബ്രേട്ടന്റെ കഴിവാ. ആനന്ദ്, നിനക്ക് എന്താ പറ്റിയത്? ഒരു ഭൂമി പൂജയല്ലേ നടക്കുന്നത്? അല്ല, സമാന്തരമായി മറ്റൊരു ഭൂമി പൂജ കൂടി നടക്കണം. എന്റെ സുഹൃത്തായിട്ട് പറയുമല്ലോ, യു ആർ ഗ്രേറ്റ്. രാജതന്ത്രം അറിയുന്നവനാ നീ. ഇത് പറയാനായിരുന്നോ ഇത്രയും സമയം നീ എന്നോട് പിടിച്ചിർത്തിയത്? എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ? വാ. എളമേ, അത് നന്ദന പൂജ ചെയ്ത കലശമല്ല. അമ്മ ഇപ്പൊ ദീപാരാധന കൊടുക്കുന്നത് കല്യാണി പൂജ ചെയ്ത കലശത്തിനാ. അല്ല, എളയമ അതൊന്ന് കൺകുളിർക്കെ കണ്ടോളൂ.
ഏതായാലും കല്യാണിയെ കൊണ്ട് പൂജ ചെയ്യിക്കായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ. ഒരുപാടങ്ങ് തുള്ളല്ലേ. ഒളിച്ചും പാത്തും പൂജ ചെയ്തത് ഈ ഒരു കലശം തന്നെയാണല്ലോ. അതെ, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ കല്യാണി പൂജ ചെയ്ത പവിത്രമായ കലശം. രാമനല്ലേ കൃഷ്ണൻ. ഈശ്വര, കുഞ്ഞിന്റെ സഹധർമ്മിണി എത്തിയല്ലോ. ഇരിക്കൂ. ഭൂമി പൂജയൊക്കെ മംഗളകരമായി നടന്നോ കുഞ്ഞെ? എല്ലാം നന്നായിട്ട് നടന്നു സ്വാമിജി. നല്ലത്. മരുന്നും പ്രാർത്ഥനയും ചേരുമ്പോഴാണ് ചികിത്സയ്ക്ക് ഫലമുണ്ടാവുക. ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകളുടെ അലയൊലികൾ അങ്ങ് കൈലാസത്തിലും ചെന്ന് വൈകുണ്ഠത്തിലും ചെന്ന് ശ്രീനാരായണന്റെയും ശ്രീ പരമേശ്വരന്റെയും കർണപുടങ്ങളിൽ തട്ടണം. വാതിലിൽ മുട്ടി വിളിക്കും പോലെ ധന്വന്തരി മൂർത്തി ഉണരണം. പൂജയ്ക്ക് പൂക്കളേറിയാൽ അതിവിശിഷ്ടമെന്ന് പറയും പോലെ മരുന്നുകൾക്ക് മേലെ പ്രാർത്ഥനകൾ കൂടി ചെല്ലണം. മഹാശക്തി വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറാണോ? കഠിന വ്രതമാണ്. ശ്രീ പാർവതി അനുഷ്ഠിച്ചിട്ടുള്ളതായി മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നു. ജലപാനം മാത്രമേ പാടുള്ളൂ. 7 യാമങ്ങളിലും ഉണർന്നു പ്രാർത്ഥിക്കണം. ഞാൻ അനുഷ്ഠിക്കാം സ്വാമിജി. പെട്ടെന്നൊരു ഉത്തരം പറയണ്ട. കഠിന വ്രതമാണ്. ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. തുടങ്ങിയാൽ പിന്നെ നിർത്തരുത്. നിർത്തിയാൽ ആപത്ത്. ആലോചിച്ച് മാത്രം പറയൂ. ഹലോ, ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം. ശരി പ്രിയങ്ക. ഓക്കെ പ്രിയങ്ക. അധിക നേരം പോകില്ല അഖിലയുടെ ഈ സന്തോഷം. അതെ, ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ ശരങ്ങൾ നമ്മൾ തൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഓരോ മുറിവിലൂടെയും രക്തം ചീറ്റണം. ആ വേദനയിൽ കിടന്ന് പുളയണം. അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 4 ഘട്ടങ്ങളായിട്ടാണ് ചികിത്സ. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് കുറച്ചുനാൾ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. ചിലപ്പോ ഒരു 6 മന്തോളം ട്രീറ്റ്മെന്റിന് വേണ്ടിവരും. ഈ ട്രീറ്റ്മെന്റിനുള്ള സംവിധാനം ഇപ്പൊ ഇന്ത്യയിൽ നിലവിലില്ല. അതുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഞാൻ നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങും. ആനന്ദ് ഡോക്ടർ, നമുക്ക് ട്രൈ ചെയ്യാം. ഡോൺ വറി, സർവേശ്വരൻ ഫലം കാണിച്ചു തരാതിരിക്കില്ല. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, എത്ര കോടി വേണമെങ്കിലും മുടക്കാം. എന്റെ മോന്റെ കാഴ്ച തിരിച്ചു കിട്ടണം. മാഡം, പണം കൊണ്ട് പലപ്പോഴും എല്ലാം ഒന്നും നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഓപ്പറേഷന് കോടികൾ സമാഹരിച്ചിട്ട് പോലും ജീവൻ പിടിച്ചെടുത്താൻ പറ്റാതെ പോയില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെന്നിട്ട് ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളും വിസയ്ക്കുള്ള ഫോർമാലിറ്റീസും ശരിയാക്കാം.
ആനന്ദിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് ഒരാൾ ബൈസ്റ്റാൻഡറായിട്ട് വരണം. അതാരാണെന്ന് പറഞ്ഞാ ഞാൻ ആനന്ദിനൊപ്പം ഞാൻ വരാം ഡോക്ടർ. ഞാൻ കൊണ്ടുവരും എന്റെ മകനെ ഈ ഭൂലോകത്തിന്റെ ഏത് കോണിലേക്കാണെങ്കിലും. ഞാൻ കൊണ്ടുപോകും കൃഷ്ണേട്ട അവനെ. ഞാനല്ലാതെ മറ്റാര് കൊണ്ടുപോകും എന്റെ മോനെ? ശരി, ഞാൻ ഇറങ്ങട്ടെ. ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഓക്കെ ആനന്ദ്. ശരി ഡോക്ടർ. വലിഞ്ഞ് ഇറങ്ങാം. അതെ സഹദേവ, ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ. അതെ, നീ പറഞ്ഞതാ ശരി. കാഴ്ചയില്ലാതെ ജീവിക്കാം, പക്ഷെ കാഴ്ചയില്ലാത്ത മകന്റെ അച്ഛനെ ജീവിച്ചാൽ തകർന്നു പോകും സഹദേവ. ഇല്ലില്ല, അധികം വൈകില്ല. ഡോക്ടർ ഡേറ്റ് അറിയിച്ചാൽ ആ നിമിഷം ആനന്ദിനെ കൊണ്ട് ഞങ്ങൾ പോകും. ശരി ശരി, നീ യാത്രയിലല്ലേ, ഒരു കാര്യം ചെയ്യേ, നീ ഫ്ലാറ്റിൽ ചെന്നിട്ടുള്ളൂ. സന്തോഷം വന്നപ്പോ പെട്ടെന്ന് നിന്നെ ഒന്ന് വിളിച്ച് പറയണമെന്ന് തോന്നി. ശരി ശരി, ഓക്കെ, ബൈ. മോളെ, അങ്ങളെ ഈ മുഖത്ത് കുറച്ചു നാളുകൾക്ക് ശേഷം ഇപ്പോഴാ ഒരു സന്തോഷം കണ്ടത്. മരുഭൂമിയുടെ ആകാശച്ചെരുവിലെങ്ങോ ഒരു കാർമേഘശകലം ഉരുണ്ടുകൂടിയതുപോലെ അല്ലെങ്കില്? ആ മേഘശകലം ഒരു മഴയെ പെയ്തിറങ്ങുന്ന നാളും നോക്കി കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലമുണ്ട്. എന്റെ മൂത്ത മരുമകൾ, പാവം കല്യാണി. ശരിയാ, അങ്കിള് പറഞ്ഞതുപോലെ കല്യാണിയുടെ കാത്തിരിപ്പിന് ഫലം കിട്ടും. ഇല്ലെങ്കില് അവള് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ ചൈതന്യമറ്റുപോയ ശിലകളാണെന്ന് കരുതേണ്ടി വരും.